ശബരിമല നെയ്യ് ക്രമക്കേടിൽ മുൻ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ ഇടപെടലും അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. ഗുണനിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്തെത്തിയത് വി.എൻ. വാസവന്റെ അറിവോടെയാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. LDF-മായി സർക്കാരിന് ധാരണയുണ്ടെന്നും കെ. സുരേന്ദ്രൻ ജനം ടിവിയോട് പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന് എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പാണല്ലോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം അട്ടിമറിക്കുന്ന നിലയിലാണ് ആദ്യത്തെ 1.5 മാസം ഗവൺമെൻറ് പ്രവർത്തിച്ചത്. ഗത്യന്തരമില്ലാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്വേഷണം ശരിയായ നിലയിലല്ല. ഈ ഗവൺമെൻറ് LDF-മായി ധാരണയിലാണ് എല്ലാ കാര്യത്തിലും. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് വീണ്ടും ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, കെ. സുരേന്ദ്രൻ്റെ വാക്കുകൾ വളരെ ന്യായമാണ്. കാരണം ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം പ്രസിഡൻ്റുണ്ട്, അതിൽ അംഗങ്ങളുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ദേവസ്വം മന്ത്രിക്ക് ഒരു ബന്ധവുമില്ലെന്ന് എങ്ങനെ പറയാനാകും? ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ എന്തെങ്കിലും നടക്കുമോ? അങ്ങനെയെങ്കിൽ കെ. സുരേന്ദ്രൻ പറയുന്നതനുസരിച്ച് തന്നെ വി.എൻ. വാസവൻ, മുൻ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന വി.എൻ. വാസവനെതിരെയും അന്വേഷണം വേണ്ടേ? ഇടപെടലുണ്ടോ, ഇടപാടിൽ പങ്കാളിയോ എന്ന അന്വേഷണം വേണ്ടേ? കൃഷ്ണരാജ്, എന്തായാലും ശബരിമല നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്ത്, ബോർഡംഗം അജികുമാർ എന്നിവർക്ക് കുരുക്ക് വീണതോടുകൂടി തന്നെ കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി കൂടിയായ വി.എൻ. വാസവനടക്കം സംശയാസ്പദമായ അല്ലെങ്കിൽ ഈ ഒരു സംശയം ജനിപ്പിക്കത്തക്ക ഈ പ്രതിപ്പട്ടികയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെക്കുറെ നിലവിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ. സുരേന്ദ്രൻ ഇത് തന്നെയാണ് പങ്കുവെക്കുന്നത്. അതായത് അന്ന് ബോർഡിൻ്റെ ഭരണസമിതി കാലത്തെ മന്ത്രി വി.എൻ. വാസവനായിരുന്നു ദേവസ്വം മന്ത്രി. ആ സമയത്ത് തന്നെ ദേവസ്വം മന്ത്രി അറിയാതെ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് ഇത്തരത്തിലൊരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടാകില്ല. അതിനും തന്നെ വി.എൻ. വാസവന് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട്. ഒപ്പം മിൽമയുടെ ഈ ലേബലൊട്ടിച്ച വ്യാജ നെയ്യ് സന്നിധാനത്തേക്ക് എത്തിച്ചതിൽ ദേവസ്വം മന്ത്രിയുടെ അറിവ് കൂടിയാണെന്നുള്ള വിലയിരുത്തലുകളുമാണ് നിലവിൽ പുറത്തു വരുന്നത്. ആ ഒരു കാര്യമാണ് പ്രധാനമായും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് BJP നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കെ. സുരേന്ദ്രൻ ഇത് പങ്കുവെക്കുകയും ചെയ്യുന്നു. അതായത് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുമെന്ന് നമ്മളെല്ലാം മുൻ അന്വേഷണങ്ങളിലെല്ലാം കണ്ടതാണ്. അതിനാൽ തന്നെയാണ് ഇതിൽ വലിയൊരു സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെ പറയുന്നത്. ഒപ്പം തന്നെ നിലവിൽ തമിഴ്നാട് ഡയറിയിൽ നിന്ന്, കുങ്കുമരാജ് ഡയറിയിൽ നിന്ന് ഇത്തരത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള നെയ്യ് എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അന്നത്തെ ഭരണസമിതി, ഇടത് ഭരണസമിതിയായ PS പ്രശാന്തിൻ്റെ ഭരണസമിതി നിലവിൽ ആ ഒരു ഗുണമേന്മ കുറഞ്ഞ ആ ഒരു ടെൻഡർ മാറ്റിയ ശേഷമാണ് ഇത്തരത്തിൽ മിൽമയ്ക്ക് കരാർ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. അത് മുൻ അഡ്മിനിസ്ട്രേറ്റർ അന്തരിച്ച മുരാരി ബാബുവാണ് ആ ഫയൽ PS പ്രശാന്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ എല്ലാം തന്നെ ഈ തെളിവുകളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഇത്തരത്തിലൊരു സമഗ്രമായ അന്വേഷണം ഈ നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ നെയ്ക്രമക്കേടിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബോർഡ് യോഗത്തിന് ശേഷം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു വ്യാപ്തി തന്നെ ഉണ്ട്. എന്തായാലും ദേവസ്വം വിജിലൻസും ഇപ്പോൾ ഒരു പുനരന്വേഷണത്തിന് നിലവിൽ നീക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന വിജിലൻസും സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഈ അന്വേഷണങ്ങളെല്ലാം ചെന്ന് നിൽക്കുമ്പോഴും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇവരുടെ എല്ലാം തന്നെ റിപ്പോർട്ടിനുണ്ട്. പക്ഷേ എന്നാൽ അവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോഴും വൈകുകയാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്. കൃഷ്ണരാജ്, ശരി, ഏതായാലും കെ. സുരേന്ദ്രൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ദേവസ്വം ബോർഡാണ്, ദേവസ്വം മന്ത്രിയാണ്. സ്വാഭാവികമായും വി.എൻ. വാസവൻ ഇടതു സർക്കാരിൻ്റെ പ്രതിനിധിയായിരുന്നു. ഇടതു സർക്കാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം പ്രസിഡന്റാണ്. ഇതൊക്കെ അങ്ങനെ അറിയാതെ പോകുമോ? മാത്രമല്ല മിൽമ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ലേ. അപ്പോൾ സ്വാഭാവികമായും വി.എൻ. വാസവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. സംശയമുണ്ട്. BJP ആ സംശയം മുന്നോട്ട് വയ്ക്കുന്നു. അതുകൂടി പരിശോധിക്കൂ അന്വേഷണ സംഘമേ. വിദഗ്ധമായി ഈ ഒരു ക്രമക്കേട് ചെയ്യുമ്പോൾ അത് ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട PS പ്രശാന്ത്, മുരാരി ബാബു അടക്കമുള്ളവർ ഈ ക്രമക്കേടിന്റെ ഭാഗമാകുമ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ദേവസ്വം മന്ത്രി എന്ന് വിശ്വസിക്കാൻ തന്നെ പാടാണ്. എന്തായാലും കെ. സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്. ഇനി